മണിക്കൂറുകളോളം ജോഗ്രഫി പുസ്തകം വായിച്ച് സമയം കളയണ്ട. സിലബസ് അനുസരിച്ചുള്ള ജോഗ്രഫിയിലെ മുഴുവൻ പോയിന്റുകളും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി നിങ്ങളുടെ കേടെറ്റ് പ്രിപ്പറേഷൻ പൂർത്തിയാക്കാൻ. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കൊപ്പം നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് സ്വയം പരിശോധിക്കാൻ വീഡിയോയുടെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട 10 മോഡൽ ചോദ്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 10ൽ 10ഉം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമുക്ക് നോക്കാം. വെൽക്കം ടു ചോക്ക് ഡ്രീംസ്. കേടെറ്റ് പരീക്ഷയിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ജോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം. സിലബസ് നോക്കുമ്പോൾ 9 പ്രധാന ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ജോഗ്രഫിയിലെ സൗരയൂഥം മുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ വളരെ ലളിതമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പരീക്ഷയ്ക്ക് മുൻപ് റിവിഷൻ നടത്താൻ ഈ വീഡിയോ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഗൈഡായിരിക്കും. വീഡിയോ മുഴുവനായി കാണുക, നോട്ട്സ് തയ്യാറാക്കുക. എങ്കിൽ നമുക്ക് തുടങ്ങാം. 1. സൗരയൂഥം, പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ്. സൂര്യനും 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. ഗ്രഹങ്ങളെ അവയുടെ ഘടനയനുസരിച്ച് രണ്ടായി തിരിക്കാം. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്, ഉപരിതലം ഖരാവസ്ഥയിലുള്ളവ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ജോവിയൻ പ്ലാനറ്റ്സ്, വാതകങ്ങളാൽ നിർമ്മിതമായ വലിയ ഗ്രഹങ്ങൾ: വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. പ്രധാന പോയിന്റുകൾ: ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ, ചുവന്ന ഗ്രഹം ചൊവ്വ, വലയങ്ങളുള്ള ഗ്രഹം ശനി. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ: ഗ്രഹങ്ങളുടെ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ ക്രമം പഠിക്കുക. ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം, ഉദാഹരണം വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ. മുൻവർഷ ചോദ്യങ്ങൾ: ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ്, വ്യാഴത്തിന്റെ ഉപഗ്രഹം. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. പ്രഭാത നക്ഷത്രം എന്നും സന്ധ്യാനക്ഷത്രം എന്നും വിളിക്കപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഗ്രഹപദവി നഷ്ടപ്പെട്ട ആകാശഗോളം പ്ലൂട്ടോ. 2. ഭൂമിയുടെ ആകൃതിയും ഘടനയും: സൈസ്, ഷേപ്പ് ആൻഡ് ഇന്റീരിയർ സ്ട്രക്ചർ. ഭൂമിക്ക് ജിയോയിഡ് ആകൃതിയാണുള്ളത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ചൂടും മർദ്ദവും കൂടുന്നു. ക്രസ്റ്റ്, ഭൂവൽക്കം. സിയാൽ, ഭൂഖണ്ഡങ്ങൾ. സിമ, സമുദ്രങ്ങൾ. മാൻഡിൽ, ഉരുകിയ ശിലകൾ കാണപ്പെടുന്ന ഭാഗം. അസ്തിനോസ്ഫിയർ. കോർ, കാമ്പ്. നിഫെ, നിക്കൽ, ഇരുമ്പ്. മുൻവർഷ ചോദ്യങ്ങൾ: ഭൂമിയുടെ ആന്തരിക പാളികളിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ളതേത്? മാൻഡിൽ. സിയാൽ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഭൂവൽക്കം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്തോറും താപനിലയിലുണ്ടാകുന്ന മാറ്റം വർദ്ധിക്കുന്നു. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയല്ല എന്ന് തെളിയിക്കുന്ന പദം ജിയോയിഡ്. 3. അക്ഷാംശങ്ങളും രേഖാംശങ്ങളും: ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആൻഡ് ടൈം. ഭൂമിയിലെ സ്ഥാനവും സമയവും നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കൽപ്പിക രേഖകൾ. അക്ഷാംശങ്ങൾ: ഭൂമധ്യരേഖ 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. രേഖാംശങ്ങൾ: ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി, 180 ഡിഗ്രി രേഖാംശം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഐഡിയൽ എന്നറിയപ്പെടുന്നു. സമയം: 1 ഡിഗ്രി രേഖാംശം വ്യത്യാസപ്പെടാൻ 4 മിനിറ്റ് എടുക്കും. മുൻവർഷ ചോദ്യങ്ങൾ: ഇന്ത്യയുടെ മാനക രേഖാംശം IST എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്രാമത്തെ രേഖാംശമാണ്? 180 ഡിഗ്രി. പസഫിക് സമുദ്രത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശം ഏത്? ഐഡിയൽ. ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യ എത്ര സമയം മുൻപിലാണ്? 5.5 മണിക്കൂർ. ഭൂപടങ്ങൾ: മാപ്പ് ടൈപ്സ് ആൻഡ് സ്കെയിൽസ്. ദൂരത്തെ കുറച്ച് കാണിക്കാൻ സ്കെയിൽ ഉപയോഗിക്കുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ ഉയരം കാണിക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നു. മുൻവർഷ ചോദ്യങ്ങൾ: ഭൂപടത്തിൽ ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖകൾ ഏത്? കോണ്ടൂർ രേഖകൾ. ഉയരം കാണിക്കാൻ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറമേത്? ബ്രൗൺ. മാപ്പിലെ 1 സെന്റിമീറ്റർ ദൂരം ഭൂമിയിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അത് ഏത് സ്കെയിലാണ്? സ്റ്റേറ്റ്മെന്റ് സ്കെയിൽ. കാലാവസ്ഥയും കാറ്റുകളും: ക്ലൈമറ്റ് ആൻഡ് വിൻഡ്സ്. മർദ്ദവ്യത്യാസം കാരണമാണ് കാറ്റുകളുണ്ടാകുന്നത്. കോറിയോലിസ് പ്രഭാവം കാറ്റുകളുടെ ദിശ മാറ്റുന്നു. ആഗോളവാദങ്ങൾ: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ. മഴ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ, ഇടവപാതി. മുൻവർഷ ചോദ്യങ്ങൾ: കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? അനിമോമീറ്റർ. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കുപടിഞ്ഞാറൻ മൺസൂൺ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ. 6. ഇന്ത്യ, ഭൂപ്രകൃതിയും നദികളും. ഇന്ത്യ, റിലീഫ് ആൻഡ് ഡ്രെയിനേജ്.
ഹിമാലയം ഒരു മടക്കുപർവ്വതമാണ്. നദികൾ: ഗംഗ, ഏറ്റവും നീളം കൂടിയ നദി. ബ്രഹ്മപുത്ര, ചൈനയിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. മണ്ണ്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. മുൻവർഷ ചോദ്യങ്ങൾ: ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമേത്? ഗംഗാ നദീതടം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയേത്? ഗോദാവരി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിൽ. കാഞ്ചൻജംഗ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? കരിമണ്ണ് അല്ലെങ്കിൽ റെഗൂർ മണ്ണ്. 7. ഇന്ത്യ. വിഭവങ്ങൾ, കൃഷി, വ്യവസായം, ഗതാഗതം, ജനസംഖ്യ. വിഭവങ്ങളും കൃഷിയും. ഇന്ത്യയിലെ കൃഷി പ്രധാനമായും 3 സീസണുകളിലായാണ് നടക്കുന്നത്. ഖാരിഫ്, ജൂൺ മുതൽ ഒക്ടോബർ വരെ. ഉദാഹരണം: നെല്ല്, പരുത്തി. റാബി, നവംബർ മുതൽ ഏപ്രിൽ വരെ. ഉദാഹരണം: ഗോതമ്പ്, കടുക്. സെയ്ദ്, വേനൽക്കാല വിളകൾ. ഉദാഹരണം: വെള്ളരിക്ക, തണ്ണിമത്തൻ. വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലുതുമായ വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയുടെ ഉരുക്ക് നഗരമെന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ്. IT വ്യവസായത്തിന്റെ കേന്ദ്രമായ ബാംഗ്ലൂർ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഗതാഗതം. ലോകത്തിലെ വലിയ റെയിൽവേ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യയുടേത്. സുവർണ ചതുഷ്കോണം ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ജനസംഖ്യ. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും ഏറ്റവും കുറവ് സിക്കിമുമാണ്. ജനസാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. മുൻവർഷ ചോദ്യങ്ങൾ: 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം: ഉത്തർപ്രദേശ്. 2. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം: അഹമ്മദാബാദ്, പരുത്തി വ്യവസായത്തിന് പ്രസിദ്ധമായതിനാൽ. 3. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത 1853 ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് സ്ഥാപിച്ചത്? ഉത്തരം: മുംബൈ മുതൽ ഥാനെ വരെ. 4. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം: കരിമണ്ണ്, ബ്ലാക്ക് സോയിൽ. 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം: കേരളം. കേരളം. ഭൂമിശാസ്ത്രം. ജോഗ്രഫി ഓഫ് കേരള. കേരളത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. ഇതിന് 1600 കിലോമീറ്റർ നീളമുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ എത്രയെണ്ണം? 3 എണ്ണം. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമേത്? നേര്യമംഗലം. കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ നീളം എത്രയാണ്? 580 കിലോമീറ്റർ. പരിസ്ഥിതി പ്രശ്നങ്ങൾ. എൻവിറോൺമെന്റൽ ഇഷ്യൂസ്. ഭൂമിയുടെ ചൂട് കൂടുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. ഇതിന് പ്രധാന കാരണം കാർബൺ ഡയോക്സൈഡാണ്. മുൻവർഷ ചോദ്യങ്ങൾ: അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഓസോൺ പാളിയിലെ വിള്ളലിന് പ്രധാന കാരണം ഏത്? CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. സൈലന്റ് വാലി പ്രക്ഷോഭം നടന്നത് ഏത് ജില്ലയിൽ? പാലക്കാട്. അങ്ങനെ നമ്മൾ ജോഗ്രഫിയിലെ 9 ടോപ്പിക്കുകളും വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പഠിച്ചത് മാത്രം പോരല്ലോ, പരീക്ഷാ ഹാളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അവ കൃത്യമായി നേരിടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇനി നമ്മൾ കടക്കുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. സിലബസിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 മോഡൽ ചോദ്യങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓരോ ചോദ്യത്തിനും ഉത്തരം ചിന്തിക്കാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം ലഭിക്കും. നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം 1. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത്? എ ശനി, ബി വ്യാഴം, സി നെപ്റ്റ്യൂൺ, ഡി ഭൂമി. ഉത്തരം ബി വ്യാഴം. ചോദ്യം 2. പകലും രാത്രിയും തുല്യമായി വരുന്ന സമരാത്രി ദിനം എന്നാണ്? എ ജൂൺ 21, ബി ഡിസംബർ 22, സി സെപ്റ്റംബർ 23, ഡി ജനുവരി 1. ഉത്തരം സി സെപ്റ്റംബർ 23. ചോദ്യം 3. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഏത് സമുദ്രത്തിലൂടെയാണ് കടന്നുപോകുന്നത്? എ ഇന്ത്യൻ സമുദ്രം, ബി അറ്റ്ലാന്റിക് സമുദ്രം, സി പസഫിക് സമുദ്രം, ഡി ആർട്ടിക് സമുദ്രം. ഉത്തരം സി പസഫിക് സമുദ്രം.
ചോദ്യം 4. ഭൂപടത്തിൽ ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖകൾ ഏത്? ഐസോബാറുകൾ, ഐസോതെർമുകൾ, കോണ്ടൂർ രേഖകൾ അല്ലെങ്കിൽ ഐസോഹൈറ്റുകൾ? ഉത്തരം ബി. ഐസോതെർമുകൾ. ചോദ്യം 5. അന്തരീക്ഷ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അളക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ, അനിമോമീറ്റർ, ഹൈഗ്രോമീറ്റർ അല്ലെങ്കിൽ സിസ്മോഗ്രാഫ്? ഉത്തരം ബി. ഹൈഗ്രോമീറ്റർ. ചോദ്യം 6. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ, കാവേരി, ഗോദാവരി, പെരിയാർ? ഉത്തരം സി. ഗോദാവരി. ചോദ്യം 7. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ അഥവാ കായൽ ഏതാണ്? വേമ്പനാട്, ചിൽക്ക, പുലിക്കാട്ട്, കൊല്ലേരു? ഉത്തരം ബി. ചിൽക്ക. ചോദ്യം 8. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, പെരിയാർ? ഉത്തരം ഡി. പെരിയാർ. ചോദ്യം 9. ഭൗമദിനം എന്നാണ് ആചരിക്കുന്നത്? എ. ഏപ്രിൽ 22, ബി. ജൂൺ 5, സി. സെപ്റ്റംബർ 16, ഡി. മാർച്ച് 22? ഉത്തരം എ. ഏപ്രിൽ 22. ചോദ്യം 10. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട? ഉത്തരം സി. പാലക്കാട്. അപ്പോൾ കൂട്ടുകാരെ, ഈ 10 മോഡൽ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. 10ൽ 10ഉം സ്കോർ ചെയ്തവർ പ്രത്യേക അഭിനന്ദനങ്ങൾ. ജോഗ്രഫിയിലെ ഈ 9 ടോപ്പിക്കുകളും നമ്മൾ വളരെ വിശദമായി ഇന്ന് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ 1-2 തവണ കൂടി കാണുന്നത് പരീക്ഷാ ഹാളിൽ കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതുപോലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി, ഇക്കണോമിക്സ് വിഭാഗങ്ങളുടെ വീഡിയോകളും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പഠനം തുടരുക. നിങ്ങളുടെ അധ്യാപക സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ചോക്ക് ഡ്രീംസ് എപ്പോഴും കൂടെയുണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.